അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച ദിനമാണ്. പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം ധാരാളമായി നാം വർദ്ധിപ്പിക്കേണ്ട ഒരു സൽക്കർമ്മമാണ് സ്വലാത്ത് എന്നുള്ളത്. മറ്റു ദിനങ്ങളിൽ സ്വലാത്ത് ചൊല്ലുന്നവർ വെള്ളിയാഴ്ച ദിനമാകുമ്പോൾ അതിൻ്റെ എണ്ണം കൂട്ടി സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കണം. മറ്റു ദിനങ്ങളിൽ നമ്മുടെ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു മലക്കുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവാകുമ്പോൾ തങ്ങൾ നേരിട്ട് കണ്ടവിടുന്ന് സന്തോഷിക്കുന്ന മഹത്തായ ഒരു രാവാണ് പരിശുദ്ധ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിനം. അതുകൊണ്ട് എല്ലാവരും വെള്ളിയാഴ്ച ദിവസത്തെ സ്വലാത്ത് കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു മുഖ്യമായൊരു ദിക്റിനെ കുറിച്ചാണ്. ഓരോ മനുഷ്യർ ദിവസവും ചൊല്ലേണ്ട, ആഴ്ചയിൽ ഈ ഒരു ദിക്ർ നിർബന്ധമായും നാം ചൊല്ലിയിരിക്കണം. കാരണം ഓരോ നാളുകൾ എത്രയോ തെറ്റുകൾ ചെയ്യുന്ന പാവപ്പെട്ട അടിമകളാണ് നമുക്ക്. ആ ദോഷങ്ങൾ ഉള്ളതോടുകൂടെ നമ്മുടെ മരണം സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ എല്ലാ പാവങ്ങളും നമുക്ക് പുറത്തു കിട്ടണം, എല്ലാ ചെറുദോഷങ്ങളും പുറത്തു കിട്ടണം. അതിന് പറ്റിയൊരു ദിക്റാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, മൻ ഖാല ഖബല സ്വലാത്തിൽ ഗദാത്തി യൗമിൽ ജുമുഅ, ഒരാൾ പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം സുബഹി നിസ്കാരത്തിന് മുമ്പായി, സുബഹി വാങ്കിന് ശേഷം സുബഹി നിസ്കാരത്തിന് മുമ്പായി ഒരാൾ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന ദിക്ർ 3 മററാത്തിൻ 3 വട്ടം ചൊല്ലിയാൽ ഗഫറല്ലാഹു ദുനൂബഹു വലൗ കാനത് ദുനൂബഹു മിത്ല സബദിൽ ബഹ്ർ, അദ്ദേഹത്തിന്റെ എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഏതുവരെ കടലിലെ നുരകൾക്ക് തുല്യമുണ്ടെങ്കിൽ പോലും അത്രയും പാവങ്ങളുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ ആ ദോഷമുള്ളത് കൊണ്ട്, ആ അത്ര പാവമുള്ളത് കൊണ്ട് അദ്ദേഹം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല, അദ്ദേഹം ടെൻഷൻ അടിക്കേണ്ടി വരില്ല. എൻ്റെ ഇത്ര പാവങ്ങൾ റബ്ബ് പുറത്തു തരുമോ എന്ന് ചിന്തിക്കേണ്ടി വരില്ല. കാരണം അതേ ഒരാളുടെ തെറ്റുകൾ കടലിലെ നുരകൾക്ക് തുല്യമാകാൻ ഒരിക്കലും സാധ്യതയില്ല. അപ്പോൾ അത്രയും പാപമുള്ള ഒരാൾ പോലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആശ വെടിയരുത് എന്ന നിലക്കാണ് ഹദീസിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്ര ദോഷമുള്ള ആളാണെങ്കിലും ഈ ദിക്ർ വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിന് മുമ്പായി 3 തവണ ചൊല്ലാൻ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.